പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന സ്നേഹനിധിയായ പൊന്നുതമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി വാഴേണ്ടവൻ നമ്മുടെ ഇടയിലായിരിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കരങ്ങളെ ഈശോയിലേക്ക് ഒന്ന് ഉയർത്തി പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലായിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി നമ്മളെ സ്നേഹത്തോടെ ഓരോ സക്രാരികളിലും കാത്തിരിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് സ്നേഹത്താൽ നമ്മെ പൊതിഞ്ഞു വഴി നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അറിവുകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധി വിട്ട് ഫലം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അറിവുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് അറിവുകൾ നമ്മളെ സഹായിക്കുന്നില്ല. എന്നാൽ ഈ അറിവുകളിൽ നിന്നുണ്ടാകുന്ന തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പ്രാപ്തമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ അതിൻ്റെ 20-ാം അധ്യായത്തിൽ ഈശോ തൻ്റെ കൂടെ നിന്ന ജനക്കൂട്ടത്തോട് ചോദിക്കുകയാണ്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാകുക? കാരണം ദാവീദ് തന്നെ ആത്മാവിൽ നിറഞ്ഞ് എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാകുക? നമുക്കറിയാം, നമ്മുടെ പല അറിവുകളും നമ്മുടെ പാരമ്പര്യങ്ങൾ ഇതൊക്കെ കേവലം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ മാത്രം ഫലം തരാനായിട്ട് പ്രാപ്തമാണ്. എന്നാൽ അതിനപ്പുറത്ത് ഒരു വിശ്വാസ ജീവിതത്തിൽ ഫലം തരണമെങ്കിൽ അതിന് തീർച്ചയായും ബോധ്യങ്ങളാണ്, തിരിച്ചറിവുകളാണ് ആവശ്യം. ഈ സുവിശേഷത്തിൽ ഈശോ ചെയ്യുന്നത് അവരുടെ ബോധ്യങ്ങളെ, അവരുടെ വെറും അറിവുകളെ, ആ അറിവുകൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രെയിമുകൾ ഈശോ പുതുക്കി എഴുതാണ്. തങ്ങൾ വിശ്വസിച്ചു പോകുന്നത്, തങ്ങളുടെ പാരമ്പര്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ഈശോ അവരുടെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുക, ക്രിസ്തു എങ്ങനെയാണ് ദാവീദിൻ്റെ പുത്രനാകുന്നത്? അവരൊരു പക്ഷേ ചിന്തിച്ച് കാണണം, ഞങ്ങൾ കേട്ടിട്ടുള്ളത്, ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്, ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇങ്ങനെയല്ലേ? എന്നാൽ ഈശോ ആഗ്രഹിക്കുക ഈ ബോധ്യങ്ങൾ, ഈ അറിവുകളിൽ നിന്നുണ്ടാകുന്ന കുറച്ചുകൂടി ഉൾക്കാഴ്ചയുള്ള ബോധ്യങ്ങൾ, ആ ബോധ്യങ്ങളിലൂടെ ദൈവത്തെ അറിയുമ്പോൾ അതിന് കുറച്ചും കൂടിയും ഫലമുള്ളതായി തീരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളെ ഈശോ മാറ്റി എഴുതുന്നുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെയാണ് യേശു രാജാവായിട്ട് വസിക്കുന്നത്? യേശു എന്നെങ്കിലും ഒരു രാജാവായിട്ട് വസിച്ചിട്ടുണ്ടോ? ഈ ലോക ജീവിതത്തിൽ, ഈ 33 വയസ്സുള്ള തൻ്റെ ജീവിതത്തിൽ ഈശോ എപ്പോഴെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയോ ഒരു അധികാരത്തിന് വേണ്ടിയോ എപ്പോഴെങ്കിലും വാദിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് നമ്മൾ കാണും. പിന്നെ എങ്ങനെയാണ് ഈശോ ഒരു രാജാവാണെന്ന് നമ്മൾ പറയുക? അസീസിയിലെ ഫ്രാൻസിസ് ഒരിക്കലും ഒരു ദേവാലയത്തിൽ കടന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിസ് കാണുക സ്വർണ്ണ കിരീടമൊക്കെ ധരിച്ച് തിളങ്ങുന്ന മേലങ്കിയും ഉടയാടയൊക്കെ ആയിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്രൂശിത രൂപത്തെയാണ്. അത് കാണുമ്പോൾ ഫ്രാൻസിസ് ആ ദേവാലയത്തിൽ നിന്ന് ഓടി പുറത്തേക്ക് കടക്കുന്നുണ്ട്. ഫ്രാൻസിസ് പറഞ്ഞു, ഇതല്ല എൻ്റെ ക്രിസ്തു, ഇതല്ല എൻ്റെ ക്രിസ്തു. ജനനം മുതൽ മരണം വരെ ദരിദ്രനായി ജീവിച്ചവനാണ് എൻ്റെ ക്രിസ്തു. ദാരിദ്ര്യത്തെ പുൽകിയവനാണ് എൻ്റെ ക്രിസ്തു. അവനൊരിക്കലും സ്ഥാനമാനങ്ങളോ രാജപദവികളോ ഒന്നും തന്നെ ആഗ്രഹിച്ചിട്ടില്ല, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് സ്വയം ചോദിച്ചു നോക്കാം, ക്രിസ്തു രാജാവാണെന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ സ്ലീഹന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്?
അവർ പല ഉത്തരങ്ങൾ പറഞ്ഞു. എന്നാൽ പത്രോസ് വളരെ തെളിമയുള്ള ഒരു ഉത്തരം പറഞ്ഞു വയ്ക്കുകയാണ്. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. അതിലൊരു പശ്ചാത്തലം മനസ്സിലാക്കിയാൽ നമുക്ക് പറയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈശോ അവൻ പറഞ്ഞ ആ ഒരു കാര്യത്തെ ഇത്രമാത്രം വിലയുള്ളതായിട്ട് കാണുന്നത് എന്ന്. കാരണം സീസറും മറ്റ് രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരുമെല്ലാം അന്ന് രാജാക്കന്മാരായി ആ നാട്ടിൽ കഴിയുമ്പോൾ ആ ജീവിതത്തിൽ തന്നെ അവർ ദൈവമായിട്ട് അംഗീകരിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും മറ്റുള്ളവരാൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓരോ മുക്കിലും മൂലയിലും സീസറിൻ്റെ വലിയ പ്രതിമകളും സീസറിനെയൊക്കെ ആരാധിക്കാനുള്ള ടെമ്പിളുകളും അമ്പലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത്രയും പ്രൗഢമായ ഒരു ജീവിതം നയിക്കുന്ന രാജാവിനെ ഈ ഭരണാധികാരികളൊക്കെ ഇത്രമാത്രം ദൈവത്തെ പോലെ ആരാധിക്കുന്ന മനുഷ്യരുടെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് പത്രോസ് വിളിച്ചു പറയുന്നത്, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഒരു രാജാവിനെ കണ്ടാൽ എന്ന വണ്ണം പത്രോസ് അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ അതിന് വിലയിടുന്നത് മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത് എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ക്രിസ്തുവിൻ്റെ രാജ്യത്വം? എവിടെയാണ് അവൻ രാജാവായി വസിക്കുന്നത്? സഭ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരിക, അവൻ രാജാവായി വസിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ഈ ഒരു ഗ്രസ്വമായ ഒരു ജീവിതത്തിൻ്റെ രാജാവായിട്ട് ഞാൻ എൻ്റെ ഈശോയെ തിരഞ്ഞെടുക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം ഈശോയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ട്? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ക്രിസ്തു എൻ്റെ രാജാവാണ് എന്നൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ എത്രമാത്രം ക്രിസ്തുവിന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥാനം കൊടുക്കുന്നുണ്ട്? എത്രമാത്രം ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായിട്ട് ഞാൻ സ്വീകരിക്കുന്നുണ്ട്? ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്കൊന്ന് നമ്മുടെ ഉൾക്കണ്ണുകളെ തുറക്കാം. സ്നേഹനിധിയായ ഈശോയെ, നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു രാജാവായി അവരോധിക്കാൻ തക്ക വിധം ഒരു വിശ്വാസത്തിലേക്ക് ഞങ്ങളും വളരുവാനായി തമ്പുരാനെ വലിയൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.